ഹലോ, സുഖാണോ എല്ലാവർക്കും? കഴിഞ്ഞ വീഡിയോയിൽ ERSRT ഫ്രീ ഡ്രസ് ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കണ്ടിട്ടില്ലാത്തൊരു ടൈം കിട്ടുമ്പോൾ ഒന്ന് നോക്കണേ, നമ്മുടെ ചാനലുണ്ട് കേട്ടോ, ആവശ്യമുള്ളവർക്ക് എല്ലാം ഭാരപ്പെട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് ERSRT ഡ്രസ് ബാങ്ക് വഴി ഓർഫണേജിലും ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ കൊടുക്കാനുള്ള ഡ്രസ്സ് കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ കണ്ടാലോ? നാഷണൽ ആയുഷ് മിഷന്റെ ഒരു യോഗ ഇൻസ്ട്രക്ടറായ ബിജി ടീച്ചറെ രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു, ഡോക്ടറെ കുറച്ച് പഴയ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് വാങ്ങാൻ പറ്റുമോ? ഇത് കേട്ടപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ലോട്ടറി അടിച്ച ഫീല്. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് ഏട്ടൻ്റെ മനസ്സിൽ വിചാരിച്ച് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഡ്രസ്സുമായി ടീച്ചർ ഓഫീസിലോട്ട് വാ, ഞാൻ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങ് എത്താം. അമ്പടി ജിഞ്ചിനാക്കടി, നീ അത്രയ്ക്ക് ഹാപ്പി ആവേണ്ട എന്ന വാശിയിൽ മഴ നല്ല തകർത്ത് പെയ്ത്. അഷ്ടമടി കയ്യിൽ കണ്ടു വളർന്ന എന്നോടോ ബാല എന്ന് തിരിച്ചു ചോദിച്ച് ഈ പുഴയും കടന്ന് ഞാൻ നമ്മുടെ ടീച്ചർ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ എത്തി. ആഹാ, ഇങ്ങോട്ട് തന്നോളൂ. എനിക്കൊരു അവാർഡ് കിട്ടിയ ഫീല്. ഇത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഈ കവർ തുറന്ന് നോക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയപ്പോൾ യോഗ ടീച്ചർ പറഞ്ഞു, ഇത്രയും ദൂരം ഈ മഴയത്ത് വന്നതല്ലേ, കുറച്ച് ചക്കവരട്ട് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഈ കാര്യത്തിൽ ആരെയും മനസ്സ് വിഷമിക്കാൻ തുളസിച്ചിന്റെ ആദ്യം നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കഴിച്ചു തീർത്തു. എന്നിട്ട് എല്ലാവരോടും താങ്ക്സും പറഞ്ഞ് കിട്ടിയ കവർ എടുത്ത് വേറെ കവറിൽ സേഫായിട്ട് വെച്ച് വീട്ടിലേക്ക് തിരിച്ചു. വന്ന വഴി പോയിട്ട് വീണ്ടും നീണ്ടല്ലോ എന്ന് കരുതി ഒരു ഷോർട്ട് കട്ട് വഴി പോയതാ. പട മേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തളം തങ്കപ്പൻ്റെ ഗാനവേള എന്ന് പണ്ടാരണ്ടോ പറഞ്ഞ പോലെ. കവറിലുള്ളത് എന്തൊക്കെയാണെന്ന് മൊത്തത്തിൽ അറിയാനുള്ള എൻ്റെ ആകാംക്ഷയെ നമ്മുടെ പ്രകൃതി പോലും പരീക്ഷിച്ച നിമിഷമായിരുന്നു അത്. അങ്ങനെ വീട്ടിലെത്തി കവർ തന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. പഴയ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നതിലധികവും വലിയ പഴക്കമില്ലാത്ത ഡ്രസ്സായിരുന്നു. നമ്മുടെ ബിജി ടീച്ചറെയും കുടുംബത്തെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ടീച്ചറെ താങ്ക് യു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.